മാളവിക, ഞാനിപ്പോൾ ഉള്ളത് ഈ കർണാടക അഗോളയിൽ മണ്ണിടിച്ചിൽ അകപ്പെട്ടു എന്ന സൂചനയുള്ള അർജുനിൻ്റെ വീട്ടിലാണ്. ഇവിടെ കുടുംബമെല്ലാം തന്നെ തികഞ്ഞ പ്രതീക്ഷയിലാണ്. കാരണം അവരെല്ലാവരും പറയുന്നത് ഒന്നടങ്കം ഇപ്പോഴും അർജുനെ കഴിഞ്ഞ ദിവസവും ഈ ദിവസം രാവിലെയും ഫോണിൽ കിട്ടിയിരുന്നു എന്നാണ് ഭാര്യ ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തനം എത്രയും പെട്ടെന്ന്, സമയം പോകുന്തോറും രക്ഷാപ്രവർത്തനം എത്രയും പെട്ടെന്ന് ഊർജിതമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നമുക്കറിയാം, കഴിഞ്ഞ 4 ദിവസത്തോളമായി അങ്ങനെയാണെങ്കിൽ അർജുൻ മണ്ണിനടിയിലുള്ള ഒരവസ്ഥയാണ്. ഇനിയും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഭാഗത്ത് മണ്ണ് നീക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. എന്നാൽ അവിടേക്ക് രക്ഷാപ്രവർത്തനം എത്തുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ പുറത്തു വരുന്നുണ്ട്. ഇവിടുന്ന് കർണാടകയിലേക്ക് പോയിരുന്നു ഈ അർജുൻ്റെ സഹോദരനും സഹോദരിയുടെ ഭർത്താവും ഈ ലോറി ഉടമയും ഉൾപ്പെടെ കർണാടകയിലേക്ക് പോയിരുന്നു. എന്നാൽ അവിടെ നിന്നും ഈ തിരച്ചിൽ ഊർജിതമല്ല എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം കാലാവസ്ഥയെല്ലാം പ്രതികൂലമായിരുന്നു. ആ അർജുൻ ഉണ്ടെന്ന് GPS ലൊക്കേഷൻ അവസാനമായി അർജുൻ ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. അങ്ങനെയാണ് ഇവിടെ നിന്നും കർണാടകയിലേക്ക് പോയിട്ടുള്ളവരെല്ലാം തന്നെ പറയുന്നത്. ഈ വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി അടക്കം ഇടപെട്ട സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാകുമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ പ്രതീക്ഷയും. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അർജുന്റെ ഭാര്യയാണ്. അവരോട് തന്നെ വിവരങ്ങൾ ചോദിക്കാം. അർജുൻ അവസാനമായിട്ട് എപ്പോഴായിരുന്നു ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചത്? എന്നോട് 15-ാം തീയതി രാത്രിയാണ് ലാസ്റ്റ് ഫോണിൽ ബന്ധപ്പെട്ടത്. പിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ കൂടെയുള്ള ആൾക്കാരൊക്കെ 3 മണി വരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കിടന്ന ആളാണ്. അവിടെയാണ് കിടന്നതെന്ന് പറഞ്ഞു അവരെല്ലാവരും. എങ്ങനെയാണ് ഈ ഒരു അപകട വിവരം അറിയുന്നത്? മാധ്യമത്തിലൂടെയാണോ അല്ലെങ്കിൽ മുമ്പ് സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിച്ചറിയിച്ചു? എങ്ങനെയായിരുന്നു? ഞങ്ങൾ കൂടെ ലോറി പോകുന്ന ഒരാളാണ് വിളിച്ച് പറഞ്ഞത്. അങ്ങനത്തെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ. അമ്മേനോട് വിളിച്ച് പറയുകയാണ് ചെയ്തത്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ എന്നിട്ട് കുറേ ട്രൈ ചെയ്തു, എന്നിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത്. പിന്നെ രാത്രിയാണ് പറയുന്നത് ഇങ്ങനെ ഓരോരുത്തർ അതിൻ്റെ ഉള്ളിൽ പെട്ട്. ആദ്യം ഞങ്ങൾ പറഞ്ഞത് അവിടെ ഒരു വണ്ടികളും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ രാത്രിയാണ് പറയുന്നത് അവിടെ വണ്ടികളൊക്കെ പെട്ടിട്ടുണ്ട്. അതിൽ ഉള്ള വണ്ടികളൊക്കെ പുറത്തെടുത്ത് എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അവിടെ ഉള്ള ഒരാൾ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഇനിയും വണ്ടികളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വണ്ടി കൂടാതെ ഇനിയും വണ്ടികൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം. ഇവിടുന്ന് ബന്ധുക്കൾ ഉൾപ്പെടെ ഒരുപാട് പേര് കർണാടകയിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നത്. അവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവരിപ്പോൾ പറയുന്നത് അവിടെ ഇന്നലത്തെ പോലെ തന്നെയാണ് നടക്കുന്നത്. ഇന്ന് വേറെ മാറ്റങ്ങളില്ല എന്നാണ് അവരിപ്പോൾ പറയുന്നത് വിളിച്ച്. ഇവിടെ ഏതെങ്കിലും അധികാരികൾ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ കർണാടകയിൽ? ഞങ്ങൾ MP രാഘവൻ MP സാറിനെ, പിന്നെ ഗണേഷ് കുമാർ സാർ എല്ലാവരും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടുത്തെ മന്ത്രിമാരായിട്ടും ഗതാഗത മന്ത്രിയായിട്ടും എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അർജുൻ ഇതുപോലെ ദൂരെ വണ്ടിയിൽ പോകുന്ന ആൾ തന്നെയാണോ ആദ്യം മുതൽ? 7 കൊല്ലമായി വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. കുറേ ദൂരെ, ആദ്യമൊക്കെ ഗുജറാത്ത് ആ സ്ഥലം വരെ ഒറ്റയ്ക്ക് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ കർണാടക മാത്രമേ ഓടാറുള്ളൂ. ഇവരെ കൂടെ തന്നെയാണ് 1-2 കൊല്ലമായിട്ട് ഇവരെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ 16-ാം തീയതി നിങ്ങൾ ഫോണിൽ ട്രൈ ചെയ്തപ്പോൾ എന്തായിരുന്നു അവസ്ഥ? 16-ാം തീയതി ട്രൈ ചെയ്തപ്പോൾ ഞാൻ കിട്ടിയില്ല. ഞങ്ങൾക്ക് 9 മണിക്ക് ശേഷം ഞാൻ രാവിലെ വിളിച്ചപ്പോഴൊക്കെ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്കൊക്കെ ഓണായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ 9 മണിക്ക് ശേഷം കിട്ടാത്തപ്പോഴാണ് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നത് അപ്പോഴാണ് ഒരു വിളിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെയാണ് ഇവിടുന്ന് എല്ലാവരും പോയതും നോക്കുന്നത്. ഒരു 3-4 ദിവസമായിട്ട് അവരവിടെ തിരഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് GPS നല്ല സെക്യൂർ ആയിട്ടുള്ള വണ്ടി. അപ്പോൾ GPS അവിടെയാണ് സ്റ്റോപ്പ് ആയത്. ഇനി നെറ്റ്വർക്കിൻ്റെ ആണോ എന്തോ അറിയില്ല, അവിടെയാണ് GPS കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ട്രൈ ചെയ്യാൻ അവരോട് പറയുന്നുണ്ട്. അവരൊന്നും ട്രൈ ചെയ്യുന്നു. ഭാരത് ബെൻസും പറയുന്നത് എഞ്ചിൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ് അറിയുന്നത്. ഇന്നലെ രാത്രി വരെ എഞ്ചിൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടാവാം. അർജുൻ്റെ ഭാര്യയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അവർ എന്തായാലും പ്രതീക്ഷയിൽ തന്നെയാണ്. എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. നമുക്കറിയാം, 4 ദിവസം മുമ്പാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. 10ഓളം മൃതദേഹങ്ങൾ ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. അതിനിടെയാണ് ഒരു മലയാളിയും ആ മണ്ണിടിച്ചിലിൽ ഉണ്ടായി എന്നുള്ളൊരു ഇത്രയും ദുഃഖമായൊരു വാർത്ത പുറത്തു വരുന്നത്. അതിനുശേഷം കേരളത്തിലെ ജനങ്ങളാകെ പ്രാർത്ഥനയിലായിരുന്നു. അർജുൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം, അർജുൻ എത്രയും പെട്ടെന്ന് ജീവനോടെ നാട്ടിലെത്തണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഓരോ മലയാളിയും മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ അർജുൻ്റെ സഹോദരനും സഹോദരി ഭർത്താവും ലോറി ഉടമ മനാഫ് തുടങ്ങിയവരാണ് കർണാടകയിലേക്ക് പോയിട്ടുള്ളത്. എന്നാൽ അവർ നൽകുന്ന ഒരു വിശദീകരണം അനുസരിച്ചിട്ട് രക്ഷാപ്രവർത്തനം അത്ര ഊർജിതമായി നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ട ആവശ്യമാണ് പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും മണ്ണ് നീക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഈ അർജുനിന്റെ അവസാനമായി GPS ലൊക്കേഷൻ കിട്ടിയിടത്ത് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഇനിയും എത്രയും പെട്ടെന്ന് മണ്ണ് മാറ്റിയില്ലെങ്കിൽ വലിയൊരു അപകടം തന്നെയായിരിക്കും ഉണ്ടാകുക. ഈ കുടുംബം
ഇത്രയും വലിയ പ്രതീക്ഷയിൽ പറയുമ്പോൾ എന്തായാലും അവിടെ തിരച്ചിൽ ഊർജിതമാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ കർണാടക മുഖ്യമന്ത്രി അടക്കം വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി അർജുനെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. കഴിഞ്ഞ ഈ 16-ാം തീയതിയാണ് ഈ കുടുംബം 15-ാം തീയതി രാത്രിയാണ് കുടുംബം അവസാനമായിട്ട് അർജുനെ ഫോണിൽ ബന്ധപ്പെടുന്നതിന് ശേഷം 16-ാം തീയതി രാവിലെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് സുഹൃത്ത് വീട്ടിലേക്ക് വിളിക്കുന്നത്. സുഹൃത്ത് പറഞ്ഞത് അവിടെ ഇതുപോലെ ഈ അർജുന് ലോഡ് എടുക്കാൻ പോകേണ്ട സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അർജുൻ ആ ഭാഗം മറികടന്നിട്ടുണ്ടെങ്കിൽ എത്താൻ വൈകും എന്നുള്ള കാര്യമാണ് ഈ സുഹൃത്ത് വിളിച്ചറിയിച്ചത്. അതിനുശേഷമാണ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ ഒരു മണ്ണിടിച്ചിൽ ഇത്രമാത്രം വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ കുടുംബം അറിയുന്നത്. അതിനുശേഷം ഈ ഒരു വലിയ പ്രാർത്ഥനയിലായിരുന്നു. ഇവർ ബന്ധപ്പെടാത്ത ആളുകളില്ല. ഇവിടെ കോഴിക്കോട് എം കെ രാഘവൻ, മന്ത്രി ഗണേഷ് ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവർ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. എല്ലാവരും തന്നെ ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാമെന്നുള്ള ഉറപ്പും ഇവർക്ക് അർജുനായുള്ള തിരച്ചിൽ തുടരുകയാണ്. കോഴിക്കോട് നിന്നും വർഷയാണ് വിവരങ്ങൾ നൽകിയത്.